നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ ഇടുക്കിയിലാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് ഇടുക്കി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാഹ്യ ഇടപെടലുണ്ടായ കേരളത്തിലെ ആദ്യ മണ്ഡലം. കസ്തൂരി രംഗനും ഗാഡ്ഗിലുമായിരുന്നു ഇവിടെ വില്ലന്മാർ. ആ ബഹളത്തിൽ കോൺഗ്രസ് തോറ്റു, പുതിയൊരു MP കിട്ടി ഇടുക്കിക്ക്. ഇത് ചെറുതോണി. പ്രളയം, ദുരന്തം ഇവിടെ താണ്ഡവമാടിയ സ്ഥലം. ദുരിതത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കരളുറപ്പ് കണ്ട ആ ചെറുതോണിയിലാണ് ഇന്ന് ഉറക്കെ ഉച്ചത്തിൽ. നമുക്ക് നോക്കാം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ. ഉറക്കെ ഉച്ചത്തിൽ. എന്താണ് പേര്? ഏവോ അഗസ്റ്റിൻ. എന്താണ് അവസ്ഥ? കഴിഞ്ഞ തവണത്തെ സ്ഥിതി മാറിയോ? ഇപ്പോൾ സ്ഥിതി മാറി. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രവർത്തന രംഗത്ത് തികഞ്ഞ പരാജയമാണ് എന്ന് അനുഭവങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി ബാലറ്റിലൂടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ നൽകും എന്ന് UDFന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാളിച്ച തിരുത്തി തീർച്ചയായും UDFന് ഇടുക്കി പാർലമെന്റിൽ നിന്നും MP ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്താ പേര്? എൻ്റെ പേര് AP ഉസ്മാൻ. ഓക്കെ, കോൺഗ്രസ് ആണ്. കോൺഗ്രസ്. എങ്ങനെ കയ്യിരുന്ന സീറ്റ് പോയത്? കയ്യിലിരുന്ന സീറ്റ് വളരെ പെട്ടെന്നുണ്ടായ ഇടുക്കിയിലെ ഒരു കാർഷിക വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രചരണം അഴിച്ചു വിടാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. ആ തെറ്റിദ്ധാരണാപരമായ പ്രചരണം ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ വ്യാപകമായി പടർന്നു പിടിച്ചതുകൊണ്ടാണ് അത്തരത്തിലൊരു റിയാക്ഷൻ ഉണ്ടായത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് പരിഹരിക്കുന്നതിനും കർഷക ജനതയുടെ വിചാരവികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വിശ്വാസത്തെടുത്തുകൊണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് ഈ കഴിഞ്ഞ 4-5 മാസങ്ങൾക്കുള്ളിൽ ഹരിത ട്രൈബ്യൂണലും ഒക്കെ ബന്ധപ്പെട്ടുണ്ടായ അഗ്നിവിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. എന്താ പേര്? എൻ്റെ പേര് സിജി ചാക്കോ, CPIയുടെ DC മെമ്പറാണ്. ശരി, കഴിഞ്ഞ തവണത്തെ സ്ഥിതി മാറി. ഇത്തവണ ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറി. തിരിച്ചു പിടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. അത് ഇടുക്കിയിലെ ജനങ്ങൾ ഇപ്പോൾ ശരിക്കും വളരെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടുന്ന് MP ജയിച്ചാൽ പിന്നെ അവരെ 5 വർഷത്തേക്ക് കാണാറില്ലായിരുന്നു. തികച്ചും വ്യത്യസ്തമായി ഇടുക്കിയിൽ നിന്നൊരു ജനപ്രതിനിധി ഉണ്ടായപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിന്ന് ഇടുക്കിയുടെ വികസനത്തിന് വേണ്ടി രാപകലില്ലാതെ പണിയെടുക്കുകയും ഇടുക്കിക്കാരനായ MP ഇടുക്കിയുടെ നാനാമുഖമായ വികസനത്തിന് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരികയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇടുക്കിയിലെ ജനങ്ങളെല്ലാം സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. കഴിഞ്ഞ തവണത്തേക്ക് കഴിഞ്ഞാൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സംശയവുമില്ല. ഓക്കെ, വിട്ടുകൊടുക്കില്ല. നല്ല ആത്മവിശ്വാസത്തിലാണ്. പേര്? അനിൽ കോപ്പിളക്കൽ, NCPയുടെ ജില്ലാ പ്രസിഡന്റാണ്. എന്താ അവസ്ഥ? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ ജോയ്സ് ജോർജ് എന്ന സ്ഥാനാർത്ഥി ഒരു നവാഗതനായിരുന്നു. പക്ഷേ ഇടുക്കിയിലെ ജനങ്ങൾ 1,00,000-ലധികം വോട്ടുകൾക്ക് അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെന്റിൽ വിട്ടു. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് ആദ്യം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് UPA ഗവൺമെൻറ് കൊണ്ടുവന്ന കസ്തൂരി രംഗൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിലെ ജനങ്ങളെ കൃഷിഭൂമിയിൽ നിന്നും അന്യവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾക്കാർക്കും സ്വസ്ഥമായി ഭരണം നടത്താൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന് അടിയന്തരമായി ചർച്ചയ്ക്ക് വിളിക്കുകയും ഈ വിഷയം ഉന്നയിച്ച് നിരവധിയായ ചോദ്യങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിച്ചിട്ടുള്ളത്. ശരി, കഴിഞ്ഞ തവണ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റും എന്നുള്ള ഭീതിയിലായിരുന്നു ജനങ്ങൾ. അത് നന്നായി മുതലെടുത്ത് ഭാഗ്യം കൊണ്ട് ജയിച്ചാണെന്നാണല്ലോ കോൺഗ്രസ്സുകാർ പറയുന്നത്. അല്ലല്ല, പിന്നെ കഴിഞ്ഞ തവണ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന കസ്തൂരി രംഗൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിൽ ശക്തമായ ഒരു കർഷക പ്രക്ഷോഭം അടിയേൽച്ചു വരികയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഏറ്റെടുത്ത പ്രക്ഷോഭത്തിന് മുമ്പിൽ ഉയർന്നു വന്ന ഒരു സാരഥിയായിരുന്നു അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ശരി, ഞാൻ തിരിച്ചു വരാം. ജോയ്സ് ജോർജിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് NCP നേതാവിന്റെ അഭിപ്രായം. എന്താണ് പേര്? എൻ്റെ പേര് സുരേഷ്. സുരേഷ് BJP ആണ്. BJPയുടെ ഇവിടുത്തെ കൺവീനറാണ്. സുരേഷ്, ഇവർ തമ്മിലുള്ള ഈ പോരിനിടയിൽ BJP എന്ത് പറഞ്ഞു ഇനി വോട്ട് പിടിക്കുക? MPക്ക് വികസന ഫണ്ട് പ്രത്യേകം ഒരു വർഷം 25 കോടി രൂപയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ഒരു വികസന പ്രവർത്തനങ്ങളോ ഒന്നും കൊണ്ടില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇടുക്കിയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു
ജില്ലയാണ്. ജില്ലാ ആസ്ഥാനത്ത് ബസ് സ്റ്റാൻഡോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥാനം. പ്രളയം വന്ന് ഇത്രയും ഡാം തുറന്നു വിട്ട് ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. നാഷണൽ ഹൈവേ ഞാൻ പറയാം ഇടതുമുന്നണിയുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. നരേന്ദ്രമോദി സർക്കാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ചതല്ലാതെ ഇവിടെ MP എന്നുള്ള നിലയിൽ എന്ത് പ്രവർത്തനമാണ് ജോയ്സ് ജോർജ് നടത്തിയത്? എൻ്റെ പേര് KG സത്യൻ. ഞാൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. വാഴത്തുപ്പിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ജോയ്സ് ജോർജ് MP ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിൽ ദൃശ്യമാണ്. ജില്ലാസ്ഥാനത്തോടെ കടന്നു പോകുന്ന അടിമാലിയിൽ നിന്ന് ആരംഭിച്ച് കുമളിയിൽ ചേരുന്ന റോഡ് നാഷണൽ ഹൈവേ ആക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിൻ്റെ അറിയിച്ച നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. അത് ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കായ രൂപയുടെ വികസന പ്രവർത്തനങ്ങളും, അത് മാത്രമല്ല ജോയ്സ് ജോർജിനെ സംബന്ധിച്ച കേന്ദ്ര റോഡ് വികസന ഫണ്ടിൽ നിന്നുള്ള പ്രവർത്തനം ആദ്യമായി ഇടുക്കി മണ്ഡലത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് BJP-യും കോൺഗ്രസും നിന്ന് തുടരുന്ന നയങ്ങൾക്കെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വലിയൊരു ഒരു ചെറുത്തുനിൽപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, BJP-യുടെ MP നേതാവ് സാക്ഷി മഹാരാജ് അത് തന്നെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഗീയതയുടെ മുഖംമൂടികളും ഏകാധിപത്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ മുഖംമൂടികളും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് അതിന് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇപ്പോൾ ഉള്ള ബദൽ എന്നുള്ളത്. കോൺഗ്രസിൽ നിന്ന് വളരെയധികം ആളുകൾ BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ടോം വടക്കൻ ഉൾപ്പെടെയുള്ള ഞാൻ തിരിച്ചു വരാം. അവർ പ്രതികരിക്കട്ടെ. അല്ല, രണ്ട് കാര്യം. ഒന്ന്, കോൺഗ്രസ് പറഞ്ഞ പോലെയൊന്നുമല്ല ജോയ്സ് ജോർജ് MP എന്നുള്ള നിലയിൽ കൃത്യമായി പ്രവർത്തനം നടത്തുന്നു. രണ്ട്, നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള ഭീഷണി BJP നേതാക്കൾ ഉയർത്തുന്നു എന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. ഇങ്ങനെയുള്ളൊരു MP-യെ എന്തിനു തോൽപ്പിക്കണം? കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചാൽ BJP പോകില്ല എന്ന് എന്താ ഉറപ്പ്? ഇവർ 4, 3, 7 സീറ്റിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഇവരെങ്ങനെയാണെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. ഇവരെന്തിനാ മത്സരിക്കുന്നത് എനിക്കറിയത്തില്ല. CPM-ന്റെ ആളുകൾ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ ജയിപ്പിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ഓടിപ്പോകുന്നതാണ് പറയുന്നത്? ഇല്ല, അതിപ്പോൾ ഇന്ത്യയിലെ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളും കോൺഗ്രസിൽ നിന്ന ആളുകളാണ്. പലരും അങ്ങോട്ട് EMS കോൺഗ്രസിലായിരുന്നു. പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ EMS ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. BJP-യിലേക്ക് പോയിട്ടില്ല എന്നാ പറയുന്നത്? അല്ല, BJP അതിന് ശേഷം ഉണ്ടായതാണല്ലോ. പല ആളുകൾ അങ്ങോട്ടും BJP ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ നേതാക്കന്മാർ. ഞങ്ങളൊന്നും പ്രൊജക്ട് ചെയ്യാനുള്ള സമയമല്ല, അതിനുള്ള സമയമല്ല. MP എന്നുള്ള നിലയിൽ ഇവിടുത്തെ ജോയ്സ് ജോർജ് ഒരു ബിഗ് സീറോ ആയിരുന്നു. കർഷകന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് കർഷകനെ നുണപ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നുണപ്രചരണങ്ങൾ നടത്തി ആ വികാരങ്ങളെ ചൂഷണം ചെയ്ത് അധികാരത്തിൽ വന്ന ഈ MP ജോയ്സ് ജോർജ് എങ്ങനെ MP ആയി? കർഷകന്റെ വികാരങ്ങളെ കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നുണപ്രചരണത്തിലൂടെ ആളുകളിൽ അടിച്ചേൽപ്പിച്ച് കർഷകന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് അവരെ നുണപ്രചരണം നടത്തിയാണ് MP ആയത്. ഓ ശരി. ഈ നുണപ്രചരണം കൊണ്ട് MP ആയാൽ ഇനി എങ്ങനെ ജയിക്കുക? വായിക്കാൻ പിടിക്കാം. പേരെന്താ? എൻ്റെ പേര് പ്രിയൻ. ചുമ്മാ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് നുണപ്രചരണം നടത്തി ജയിച്ചു പോയി. ഇത്തവണ നടക്കില്ല എന്ന് പറയുന്നത്. ചുമ്മാ കർഷകരെ ഒന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ UDF-ന്റെ നേതാക്കന്മാർ പറഞ്ഞത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഇടുക്കിയിൽ മത്സരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ അടക്കം കൊണ്ടുവന്ന് ജോയ്സ് ജോർജിനെ നേടാൻ വേണ്ടി കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും തലവുന്ന നേതാവിനെ കൊണ്ടുവന്നതിന് വേണ്ടി UDF-ന്റെ നേതാക്കൾ വലിയ പരിശ്രമം നടത്തി. അതിനുശേഷം PJ ജോസഫ് സാറിനെ കൊണ്ടുവരാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. ജോയ്സ് ജോർജിനെ നേരിടാൻ യഥാർത്ഥത്തിൽ ഇടുക്കിയിൽ എതിരാളികൾ UDF-നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് കസ്തൂരി രംഗൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സെഷൻ 5 കഴിഞ്ഞ തവണ പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലവത്തായ സമീപനം സ്വീകരിച്ചുകൊണ്ട് സെഷൻ 5 നീക്കം ചെയ്യുന്നതിനടക്കം പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിനടക്കം ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ജോയ്സ് ജോർജിനോടൊപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ MP-മാരടക്കം നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ നുണപ്രചാരണത്തിലൂടെയാണെങ്കിൽ ഇടുക്കിയിലെ ജനങ്ങളെ അങ്ങനെ പെട്ടെന്ന് കബളിപ്പിക്കാൻ കഴിയും എന്നുള്ള സമീപനം. മറ്റൊരു കാര്യം, ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇടുക്കിയിൽ UDF-ന്റെ MP-മാരാണ്, അത് ബഹുമാനപ്പെട്ട ഉസ്മാനിക്കയുടെ നേതാവ് PT തോമസ് അടക്കമുള്ള നിരവധി UDF-ന്റെ MP-മാർ നമ്മുടെ ഇടുക്കി മണ്ഡലത്തെ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ കാലത്ത് എന്ത് സമീപനമാണ് ഇടുക്കിയോട് സ്വീകരിച്ചതെന്നുള്ളത് പറയാൻ വേണ്ടി കൂടി ഇപ്പൊ തന്നെ ചോദിക്കാം. ഉസ്മാനിക്കയുടെ നേതാവ് PT തോമസ് ഇവിടെ എന്ത് ചെയ്തു എന്നാണ് ഈ ചോദിക്കുന്നത്. പ്രിയന് തന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതി അടക്കം നെടുങ്കണ്ടത്തെ NCC ബറ്റാലിയൻ അടക്കം
ഇവിടെ CPM-കാർ ചൂണ്ടിക്കാട്ടിയ ഈ റോഡ് അടിമാലി കുമളി ദേശീയപാത അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു ജോയിസ് ജോർജ് MP ആകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്കുരിക്കുന്നതിന് മുൻപ് UPA ഗവൺമെൻറ് അടിമാലി കുമളി ദേശീയപാതയുടെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ രേഖ സമർപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ പച്ച കള്ളം പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്നത് പോലെ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം വാഴത്തോപ്പ് പഞ്ചായത്ത്, ഈ ജില്ലാ ആസ്ഥാനത്തെ 2 കാര്യം MP പറഞ്ഞതുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായി ഞാൻ MP ആയാൽ 30 ദിവസത്തിനുള്ളിൽ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് സ്മാരകം പണിയുമെന്ന് പറഞ്ഞു. 5 കൊല്ലമായി ഒരു സ്മാരകവും പണിതില്ല. 5ാമത്തെ കൊല്ലമായപ്പം 150 ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചു. കുടിയേറ്റ സ്മാരകം പണിയാൻ പോകുന്നു 5ാമത്തെ കൊല്ലം. 2ാമത്തെ കാര്യം ഇടുക്കി മെഡിക്കൽ കോളേജിൽ MP ആയി അദ്ദേഹം പറഞ്ഞ കാര്യം, ഇവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധു പാമ്പ് വിഷബാധയേറ്റ് മരണമടഞ്ഞു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്ന് ഇവിടെ ലഭ്യമായിരുന്നില്ല. ഇനി ഞാൻ MP ആയിരിക്കുന്ന കാലയളവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിഷബാധയേറ്റ ഒരാൾ മരണമടയുന്ന പ്രശ്നമില്ല, അതിനാവശ്യമായ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഈ കാലാവധി പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം പങ്കെടുത്ത ശവസംസ്കാര ചടങ്ങ് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച ചെറുതോണിയിലെ ഷിബു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പാമ്പ് വിഷബാധയേറ്റ് പ്രതിരോധ മരുന്നില്ലാതെ മരണപ്പെടുന്നതാണ്. ഞാൻ പറയാം, ഇതിന് മറുപടി പറയണം. 150 ഫ്ലക്സ് സ്ഥാപിച്ചുകൊണ്ടായോ ഈ പറയുന്ന സ്മാരകം, കുടിയേറ്റ സ്മാരകം? 2, വിഷബാധയേറ്റ് ഇനി ഒരാൾ മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചയാൾ ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത ശവസംസ്കാര ചടങ്ങ് അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായിയായ ഷിബുവിൻ്റെ. ഇതെങ്ങനെ നേരിടും ഈ ആരോപണം? ഈ സ്മാരകത്തിന്റെ ഉദ്ഘാടനവും പണിയൊക്കെ അടുത്ത നാളിൽ നടന്നു കഴിഞ്ഞു. പിന്നെ വിഷബാധയുടെ കാര്യം പറയാം. മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അത് ഉസ്മാനക്കായ്ക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. അവിടുത്തെ ഡോക്ടർമാരെ ഈ ഉസ്മാനൊക്കെയാണ് വില്ലൻ അല്ല, ഈ മെഡിക്കൽ കോളേജിന്റെ ചെറിയ കാര്യം പറഞ്ഞിട്ട് പറയാം. ആ പാമ്പ് കടിയേറ്റ് മരുന്ന് കൊടുത്തിട്ട് ആ മരുന്ന് കൊടുത്തതിന് ശേഷം എത്ര സമയം അവിടെ നിരീക്ഷണത്തിൽ വേണമെന്നുള്ളത് ഡോക്ടർമാരാ തീരുമാനം. ഞങ്ങൾ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആ നിരീക്ഷണത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഡോസ് കൊടുക്കുകയും 2ാമത്തെ ഡോസ് കൊടുക്കും. അങ്ങനെയാണ് അവിടെ യഥാർത്ഥത്തിൽ അവിടെ ആ സംഭവം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. തീർച്ചയായും ജോയിസ് ജോർജ് ജയിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ. അല്ല, അത് അവർക്ക് കാണുമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചത്. പിന്നെ സഭയുടെ നല്ല ഇടപെടലായിരുന്നു. എല്ലാ വീടുകളിലും കുടുംബയോഗം നടത്തി. അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം ഉണ്ടാവുമെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, ജയിക്കുമെന്നുള്ള കാര്യത്തിന്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വികസനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, ജില്ലാ ആസ്ഥാനത്തിന് വികസിച്ചെന്ന്. ഹൈവേ ഇതിലെ വന്നു പറഞ്ഞ അടിമാലി തൊട്ട് തേക്കടി വരെയുള്ള ഹൈവേ ചെറുതോണിയിലാണ് നാം. BJP കൃത്യമായി പറയുന്നത് 2 കാര്യങ്ങളാണ് ജോയിസ് ജോർജ് കഴിഞ്ഞ തവണ ജയിക്കാൻ. 1, കോൺഗ്രസ്സുകാർ പോയി വോട്ട് ചെയ്തു. 2, സഭയുടെ ഇടപെടൽ. പറഞ്ഞോളൂ. അപ്പോൾ ഈ ഹൈവേയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലാകമാനം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും കളക്ടറേറ്റുമായി ബന്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഹൈവേ ആണ്. ആ ഹൈവേയുടെ ഫണ്ട് പ്രധാനമന്ത്രി എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനത്തും കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടാണ് ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് CPM-ന്റെ നേതാവ് പറഞ്ഞു ഈ ഹൈവേയുടെ ഫണ്ട് ജോയിസ് ജോർജ് MP-യുടെ ഫണ്ടാണെന്ന്. അതല്ല, ഗ്രാമീൺ റോഡിന്റെ പദ്ധതി പറഞ്ഞു. ഇതിനു മുമ്പ് VT തോമസ് ഇവിടെ MP ആയിരുന്നപ്പോൾ UPA ഗവൺമെന്റ് ആയിരുന്നു, അവരുടെ ഭരണം തന്നെയായിരുന്നു. അന്ന് ഇതുപോലൊരു ഗ്രാമീൺ റോഡ് ഈ വാഴത്തോപ്പ് പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു നോക്കിയോ? ഇന്നിപ്പോൾ എണ്ണി പറയാം 22ഓളം ഗ്രാമീൺ റോഡുകൾ ഈ വാഴത്തോപ്പ് പഞ്ചായത്ത് തന്നെയുണ്ട്. അതുപോലെ എത്ര റോഡുകൾ ഉണ്ടെന്നുള്ള കാര്യം ജോയിസ് ജോർജ് ചെയ്ത് ഇത്രേ ഉള്ളൂ. 1516 ഫ്ലെക്സ് അടിച്ചു വെച്ചു. ഒരു ഫ്ലെക്സിന് 13,500 രൂപ വെച്ച് 2 കോടി രൂപയിൽ മുകളിൽ ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ജയിക്കുമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത്രയധികം ഫ്ലെക്സ് അടിച്ചു വെച്ച് 2 കോടി രൂപ, എത്ര 19ഓളം വീടുകൾ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ പോയിട്ടുണ്ട്. അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. MP-യുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ശബരിമല വിഷയത്തിൽ ഇദ്ദേഹം ഒരു നിലപാടും എടുത്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. വോട്ട് വാങ്ങിച്ചാണ് ഇദ്ദേഹം ജയിച്ചത്. ഒരു യാതൊരുവിധ നിലപാടും ശബരിമല വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ജില്ലാ ആസ്ഥാനം എന്ന നിലയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത സ്പെഷ്യൽ ഫണ്ടുകളല്ലാതെ ഒരു പദ്ധതികളും ഇയാൾ ഇവിടെ നടത്തിയിട്ടില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. കോൺഗ്രസ്സുകാർ കുറെ അധികം കാര്യങ്ങൾക്ക് മറുപടി പറയണം. 1, ജോയിസ് ജോർജിനെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരുടെ വോട്ട്. 2, സഭയുടെ ഇടപെടൽ. സഭ ഇങ്ങനെ ഇടപെടാറുണ്ടോ? ഈ ജോയിസ് ജോർജ് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന MP-മാര് ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയോട് തികഞ്ഞ അവഗണന കാണിച്ചു എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാനാവില്ല. കാരണം ഇവിടെ പാർലമെന്റിലേക്ക് പോയിട്ടുള്ള ബഹുമാനപ്പെട്ട പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ CM സ്റ്റീഫൻ അങ്ങേരെ പ്രതിനിധി ആയിരിക്കുമ്പോഴാണ് പൈനാവിലുള്ള മൈക്രോവേവ് സ്റ്റേഷൻ തുടങ്ങിയത്. STD സംവിധാനം ഇവിടെ ഉണ്ടായത്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ വിപ്ലവമുണ്ടായി. മറ്റൊന്ന്, ഇവിടുത്തെ കൃഷിയോട് അനുബന്ധമായി പോകുന്നൊരു കാര്യമാണ് കന്നുകാലി വളർത്തലും മറ്റും. അതിന് ആ മേഖലയിൽ ക്ഷീരമേഖലയിൽ
വിപ്ലവകരമായൊരു കാര്യമായിരുന്നു. സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മാട്ടുപ്പെട്ടിയിൽ തുടങ്ങി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡോ സ്വിസ് പ്രോജക്റ്റ്. അതുപോലെ കോലാഹലമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി സർവകലാശാലയുടെ ഒരു കേന്ദ്രം ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? അത് ജനങ്ങൾക്ക് ബോധ്യം വന്നില്ല എന്നുള്ളതിന് ഇവിടെ പറഞ്ഞ ഒരു കാര്യം, പാടില്ലാത്ത ഒരു കാര്യം, സഭ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയപ്പെടുന്ന ഒരു സമിതിക്ക് രൂപം കൊടുക്കാൻ സജീവമായി നിൽക്കുകയും ഒട്ടേറെ വൈദികര് അതിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. പലരും കൃഷിക്കാര് ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന, ഇടുക്കി 9ഓളം പേര് ആത്മഹത്യ ചെയ്ത ഒരു ശവപ്പറമ്പായിട്ട് മാറിയത് ഈ ഇടുക്കി പാർലമെന്റിൽ ശ്രീ ജോയിസ് ജോർജ് MP ആയിരിക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ കാര്യമാണെങ്കിൽ ആ രീതിയിൽ അതിനെപ്പറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത്. കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ട മറ്റൊരു കാര്യം പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരാണോ പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാണ് ജോയിസ് ജോർജിന്? കോൺഗ്രസ്സുകാരായ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഡീനാണ് വോട്ട് ചെയ്തത്. അവർ കോൺഗ്രസ്സുകാരിലായിരുന്നു. സഭ ഇപ്പോൾ തെറ്റ് തിരുത്തിയിരിക്കുന്നു. സഭ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് മുഴുവൻ കള്ളമാണെന്നും ഇപ്പൊ കർഷകനൊപ്പം നിൽക്കുന്ന ആരെന്ന് അവർക്ക് മനസ്സിലായി. പ്രളയത്തിൽ 493 ആളുകളെ കൊന്നതാണെന്ന് പറയാൻ കഴിയുള്ളൂ. പ്രളയത്തിൽ ഈ ചെറുതോണി അടക്കം ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളടക്കം മുഴുവൻ നശിച്ചു. യാതൊരുവിധ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. പ്രളയത്തിൽ മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. കാർഷിക മേഖലയിൽ കൃഷി തകർന്നവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. കാർഷിക മേഖലയിൽ തകർന്നിട്ടുള്ള കരിമ്പനടക്കമുള്ള ചെറുതോണി അടക്കമുള്ള റോഡുകൾ തകർന്ന് പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആരുടെ വീഴ്ച? കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ MPയുടെ വീഴ്ചയാണ്. സംസ്ഥാന ഗവൺമെന്റ് MPയുടെ വീഴ്ചയാണ്. ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി കർഷകൻ ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ വീട്ടിൽ MP അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ആൾ സന്ദർശിച്ചിട്ടില്ല. ഇനി അതും വേണ്ട, പരിഹസിക്കാതിരുന്നുകൂടെ? ആത്മഹത്യ ചെയ്ത കർഷകരുടെ ബാക്കി കുടുംബക്കാരെ പരിഹസിക്കാതിരുന്നുകൂടെ? മറുപടി ഇടതുപക്ഷം പറയണം. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. അല്ല, ഇതിപ്പോ കൃത്യമായിട്ട് 2-3 കാര്യങ്ങൾ. അതായത് ഇവിടെ ഈ കൃഷി വില ഇടിവ്, കർഷക ആത്മഹത്യ തടയാൻ ഒരു നടപടിയെടുത്തില്ല. പ്രളയത്തിൽ നശിച്ച കടകൾ നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ആ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ പരിഹസിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഒന്ന്, 3400-ലധികം കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുകയും കാർഷിക മേഖലയിൽ ശാശ്വതമായ വില തകർച്ച ഉണ്ടാക്കുന്നതിനുള്ള ആസിയാൻ കരാർ നടപ്പാക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ്. അതവിടെ നിൽക്കട്ടെ. പ്രളയത്തിൽ തകർന്ന മുഴുവൻ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. അതാണ് ഇപ്പൊ ചെറുതോണി വ്യാപാരികളുടെ അവസ്ഥയോ? അല്ല, ഞാൻ പറയാം. ചെറുതോണി ഇപ്പൊ റോഡിന്റെ പിന്നെ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനധികൃത നിർമ്മാണങ്ങൾ എന്നുള്ള ലേബലിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും മറ്റും സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സം പോലും പരിഹരിക്കുന്നതിന് ഇപ്പോൾ പിന്നെ പുറമ്പോക്കിൽ താമസിക്കുന്നവരുടെ വീട് നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം മറികടക്കുന്നതിന് ഗവൺമെന്റ് അവർക്കും ഇത് കൊടുക്കാം എന്നുള്ള സർക്കാർ ഉത്തരവിറക്കിക്കൊണ്ട് പ്രളയാനന്തരമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്തിട്ടുള്ള 8 കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അവർ കാർഷിക ആത്മഹത്യയാണ് എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുകയും ആ കാർഷിക ആത്മഹത്യയുടെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള മന്ത്രിസഭാ തീരുമാനം ഉൾപ്പെടെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. കാർഷിക കടാശ്വാസ കമ്മീഷനെ അവർക്ക് സമീപിക്കാമെന്ന് പ്രത്യേകം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഗവൺമെന്റ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ അവർ വളരെ ഉസ്മാനിക്ക പ്രത്യേകമായി പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ കാര്യം. മെഡിക്കൽ കോളേജിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഒരു സൗകര്യവും ഇല്ലാതിരുന്നിടത്ത് ബോർഡ് എഴുതി വെച്ചിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് UDF തുടങ്ങിയതെങ്കിൽ ഇന്ന് ന്യൂസ് 18 തന്നെ അവിടെ ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താണെന്നും അവിടെ ഉയർന്നു വന്നിട്ടുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ തന്നെ പരിശോധിക്കണം. അത് എല്ലാ ജനങ്ങൾക്കും കാണാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അതൊന്ന് ചോദിക്കട്ടെ. പെട്ടിക്കടയുടെ മുന്നിൽ ബോർഡ് എഴുതി വെച്ചിട്ടാണ് മെഡിക്കൽ കോളേജ് തുടങ്ങേണ്ടത്. അത് ഈ മെഡിക്കൽ കോളേജുകളുടെ ചരിത്രം അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ വെറും തകരക്ഷത്തിലാണ് തുടങ്ങിയത്. ആ മെഡിക്കൽ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് പഠിച്ചത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും അതെ. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയൊരു മന്ദിരം UDF ഗവൺമെൻറ് കാലത്ത് അനുവദിച്ച പണം കൊണ്ട് നിർമ്മിച്ച് ഇപ്പോൾ ഭാഗ്യവശാൽ ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പഠിച്ചിരുന്ന 100 വിദ്യാർത്ഥികളെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാട് കടത്തുന്നത് പോലെ കടത്തി. ഇപ്പൊ കെട്ടിടമുണ്ട്, പഠിക്കാൻ പിള്ളേരില്ല. ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളെ ഇവിടെ നിന്ന് നാട് കടത്തി വിട്ടു. നിങ്ങൾ ആ മെഡിക്കൽ കോളേജ് ഇപ്പൊ ചെല്ലേ, ഞാൻ ഇടതുപക്ഷ ആളുകൾ പറഞ്ഞ അതേ വാദഗതി ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ മെഡിക്കൽ കോളേജ് ചെന്നിട്ട് 90 ഡോക്ടർമാർ അവിടെ OPയിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്.
90 ഡോക്ടർമാർ പോട്ടെ 10 ഡോക്ടർമാർ ഇപ്പൊ അവിടെ ഒ പിയിൽ നിന്ന് രോഗികളെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന വെല്ലുവിളിയാണ്. 90 ഒക്കെ പോട്ടെ, 10 ഡോക്ടർമാരെ കാണിച്ചു തരോ? 10 ഡോക്ടർമാരെ വെച്ചിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് നടത്തുക. യുഡിഎഫിന്റെ ഭരണം കഴിഞ്ഞ പ്രാവശ്യത്തെ യുഡിഎഫിന്റെ ഭരണം തുടങ്ങിയ കാലത്ത് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചതാ. അത് കഴിഞ്ഞിട്ട് ആ തകരപ്പാട്ട് കൊണ്ട് തന്നെ 5 വർഷം ഇവർ മുന്നോട്ട് പോയത് അത് ശരിയാണോ എന്നുള്ളത് പഠിക്കട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത്. ഇവിടുത്തെ എംപിമാര് ജയിച്ചു പോകുന്ന പടിയല്ലാതെ ഇടുക്കിയിലെ മലയോര ജനതയുടെ അടുത്തേക്ക് കടന്നു വരികയോ അവർക്ക് വേണ്ടി ഒരു വികസന പ്രവർത്തനം നടത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇടുക്കിയിലെ ജോയിസ് ജോർജിനെ ജയിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇടുക്കിയിലെ ജനങ്ങൾ മുഴുവൻ അതെ. ഈ അത്ഭുത വസ്തുവായ MP ഇവിടെ ബഹുമാന്യരായ പി.ടി. തോമസ് കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന, ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ആള്. PJ കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളെ എംപിമാരുടെ സ്ഥലമാണ് ഈ നാട്ടിൽ. ഉൾപ്പെടെ MN ലോറൻസ് ഉൾപ്പെടെ CPM നേതാവ് ഉൾപ്പെടെയുള്ള ആൾ എംപിമാരുന്ന ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇവർ പറയുന്നതൊന്നുമല്ല. പക്ഷേ മെഡിക്കൽ കോളേജിന്റെ കാര്യം നമ്മുടെ പറയാനുള്ളത്, എന്റെ മദറിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയ ആളാ. ഇവിടെ 2 വർഷം മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ആ മെഡിക്കൽ കോളേജ് വന്നിരുന്നെങ്കിൽ ഈ ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടുന്ന് 130-150 കിലോമീറ്ററുകൾ പിന്നിട്ട് വേണം ഒന്നും കോട്ടയത്തേക്ക് പോകണം, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണം, അല്ലെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരും. തേനിയിലാണ് അടുത്ത മെഡിക്കൽ കോളേജ് ഉള്ളത്. പക്ഷേ ഇതിനെല്ലാം മാറ്റം ഉണ്ടായേനെ. അന്ന് ഈ മെഡിക്കൽ കോളേജ് ഏത് കെട്ടിടമായിട്ടെ ഈ കെട്ടിടത്തിൽ അന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പം ആവശ്യത്തിന് ഡോക്ടർമാരും പഠിക്കുന്ന കുട്ടികൾക്കല്ല ആവശ്യം. നമുക്ക് ഏതെങ്കിലും കോളേജ് പഠിപ്പിക്കായിരുന്നു. ഇപ്പൊ കോട്ടയത്തോ തിരുവനന്തപുരത്തോ പാലക്കാടോ കോഴിക്കോടോ പഠിപ്പിക്കാം. പക്ഷെ അതല്ല, ഇവിടെ കിട്ടുന്ന ചികിത്സ കിട്ടിയാൽ ആ ചികിത്സാ സൗകര്യം കിട്ടാത്തത് അത് ഇപ്പോഴത്തെ ഗവൺമെന്റാണ്. വാശി തീർത്താണ് വാശി. ഈ മെഡിക്കൽ കോളേജ് ഒക്കെ തന്നെയാണോ ഇവിടുത്തെ വലിയ തെരഞ്ഞെടുപ്പ് വിഷയം? കോളേജ് അല്ല ഇതിന്റെ ഒരു പ്രശ്നം. ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ജില്ലാ ആശുപത്രി ആണെങ്കിൽ പോലും അതിന്റെ നിലവാരമാണ് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇന്ന് മെഡിക്കൽ കൗൺസിലിന്റെ ആളുകൾ വന്നപ്പോൾ അവിടെ ഇവർ പറയുന്നുണ്ട് ഇവിടെ ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഈ പഴയ ജില്ലാ ആശുപത്രിയുടെ ബെഡ് മതിയെന്ന്. പക്ഷേ അവിടെ ഒരു പേഷ്യന്റ് പോലും ഇല്ല. അവിടെ പേഷ്യന്റ് ഇല്ലാത്തതിന്റെ കാരണം അവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് പേഷ്യന്റുമാർ വരാത്തത്. ഇവിടെ മെഡിക്കൽ കോളേജ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമേ അല്ല. ഈ കേരളത്തിൽ ഭരിക്കുന്ന LDF സർക്കാർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ചതിന് ശേഷം 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ അതിന് സർക്കുലർ ഇറക്കിയതും അനുമതി കൊടുത്തതും അപേക്ഷ സ്വീകരിച്ചതും. ഇപ്പോഴും ഈ വാഴത്തോപ്പ് പഞ്ചായത്തിൽ 138 പേർക്ക് അകത്തുള്ള 2700ഓളം അപേക്ഷകൾ പോയിട്ട് അതിന്റെ 138 പേർക്ക് മാത്രമേ 2000 രൂപ കൊടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പൊ കേന്ദ്രം നൽകുന്ന പണം പോലും സഹായം പോലും അനുവദിക്കുന്നില്ല. മെഡിക്കൽ കോളേജ്, പ്രളയാനന്തര ദുരിതാശ്വാസം, മണ്ഡലത്തിന്റെ വികസനം, കർഷക ആത്മഹത്യ, ഒട്ടേറെ വിഷയങ്ങൾ സജീവമായി നിൽക്കുകയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം വീണ്ടും എത്താം ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങളുമായി. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ. നമസ്കാരം.